ആലുവയിൽ മാത്രമല്ല, കുറവിലങ്ങാട്ടും ഒരു അതിജീവിത ഉണ്ടായിരുന്നു. അത് ജനുവരി 14 ആ അതിജീവിതയുടെ കേസിലെ പ്രതിയായിട്ടുള്ള ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വിട്ടിട്ട് 4 വർഷം തികയുന്ന ദിവസമാണ് ജനുവരി 14. അപ്പോൾ ഈ അതിജീവിത ഇപ്പോഴേ കോഴിയെ വളർത്തിയും മുട്ട വിറ്റുമൊക്കെ ജീവിച്ച് ഉപജീവനമാർഗം കഴിക്കുകയാണ്. അവർ കണ്ണീരിപ്പോഴും പറ്റിയിട്ടില്ല. പക്ഷേ കൂടെയുള്ളവരെല്ലാം അന്ന് ഒത്തുനിന്ന കുറേ പേരുണ്ടായിരുന്നു, എല്ലാവരും വിട്ടുപോയി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ വളരെയധികം ആർഭാടങ്ങളോടുകൂടി തന്നെ ഫ്രാങ്കോ മുളയ്ക്കലിന് യാതൊരു കുഴപ്പവുമില്ലാതെ ജീവിക്കുകയും ചെയ്തു. അങ്ങനെ നേരത്തെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രതിഷേധ സ്വരങ്ങൾക്ക് ഇത്രയും വലിയ ഒച്ച ഉണ്ടായിരുന്നില്ല, ആരവവും ഉണ്ടായിരുന്നില്ല. ഒന്ന് സിനിമയിലെ അതിജീവിതയായതുകൊണ്ടും മറ്റേത് കന്യാമഠത്തിലെ അതിജീവിതയായതുകൊണ്ടും വരുന്ന ഒരു വിപര്യമാണോ ഇത്? തീർച്ചയായിട്ടും രണ്ടും രണ്ട് തരത്തിൽ സുപ്രധാനമായ കേസുകളാണ്. ഒന്ന്, സിനിമയിലായതുകൊണ്ട് അതിന് അമിതമായ വാർത്താ പ്രാധാന്യം കിട്ടും. രണ്ട്, കന്യാസ്ത്രീ മഠത്തിലായതുകൊണ്ട് അത് മൂടിവെക്കാനുള്ള വ്യഗ്രത എല്ലാവർക്കും കൂടും. ഇത് രണ്ടും വിരുദ്ധ ധ്രുവങ്ങളിലാണ്. ഇപ്പോൾ സിനിമാ നടിക്ക് നേരെ ബലാത്സംഗം നടക്കുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു, അത് വലിയ തോതിൽ അവരെ വേട്ടയാടുന്നു. അത് പക്ഷേ ആളുകൾക്ക് ആഘോഷകരമായ ഒരു വാർത്തയാണ്. അപ്പം മാധ്യമങ്ങൾക്കും വലിയ താല്പര്യം ഉണ്ടാവും വാർത്തയ്ക്ക്. മറ്റേത് അങ്ങനെയല്ല. ആ വാർത്ത കൊടുക്കുന്നത് മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ള കേസല്ല. മാധ്യമങ്ങൾക്ക് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് പറയാൻ താല്പര്യമില്ല, പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, അത് പരമാവധി വൈകിക്കാം, എങ്ങനെ കുറ്റവാളികളെ രക്ഷിക്കാം, അതൊക്കെയാണ് അജണ്ട. കാരണം അത് ക്രിസ്തീയ സഭകളെ പലതരത്തിൽ പിണക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന് അതിനകത്ത് വോട്ട് ബാങ്കിന്റെ താല്പര്യങ്ങളുണ്ട്. വേറൊന്ന്, ക്രിസ്തീയ സഭകളുടെ ഒരു സംഘടന, ഒരു സംവിധാനം വെച്ചിട്ട് ആ സഭയിലെ ഓരോ വിശ്വാസിക്കും ആ അധികാരഘടനയോട് പുലർത്തുന്ന വല്ലാത്ത കൂറുണ്ട്. സർവോപരി ഈ ക്രിസ്തീയ സഭകളെ അപമാനിക്കാൻ മലയാളിക്ക് താല്പര്യം കുറയുന്നതിൻ്റെ ഒരു കാരണം മലയാളത്തിന്റെ മുന്നേറ്റത്തിൽ, നമ്മുടെ സാമൂഹ്യ പുരോഗതിയിൽ ക്രിസ്തീയ സമൂഹം വഹിച്ച പങ്കിനോടുള്ള ആദരവ് കൂടിയാണ്. നമ്മളൊക്കെ ഈ ചിലതൊന്നും ഹൈലൈറ്റ് ചെയ്ത് പറയാതിരിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു കൂറുണ്ട് മലയാളിക്ക്. അവനവനോട്, നമ്മളോട് തന്നെയുള്ള കൂറുണ്ടല്ലോ. നമ്മളെ ആരാണ് അക്ഷരം പഠിപ്പിച്ചത്, നമ്മളെ ആരാണ് ഈ ആരോഗ്യ സേവനം പഠിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നൊരു ഉത്തരവുണ്ടല്ലോ. അപ്പൊ പല കാരണങ്ങളാൽ, ഒന്ന് ആ കൂറ്, രണ്ട് ഈ സഭയുടെ ഒരു അച്ചടക്ക സ്വഭാവത്തോടുള്ള ബഹുമാനം, അല്ലെങ്കിൽ അതിനോടുള്ള ഭീതി, സംഘടിതമാണ്, വോട്ട് ബാങ്ക് തുടങ്ങിയ സംഭവങ്ങളുണ്ടല്ലോ. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആ കേസ് മൂടി വെച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അഭയ കേസ് എത്ര കൊല്ലം ആ ഒരൊറ്റ മനുഷ്യൻ പൊരുതിയിട്ടാണല്ലോ ആ കേസ് ജയിച്ചത്. ജോമോൻ പുത്തമ്പുരക്കൾ ഇല്ലെങ്കിൽ ഇപ്പോഴും അഭയ കേസിലെ പ്രതികൾ പിടിക്കപ്പെടില്ല. രണ്ട്, ഇപ്പൊ ഈ കേസിൽ ഇനി ഈ സിസ്റ്റർ ഇന്നലെ പുറത്തു പറഞ്ഞ് തൻ്റെ മുഖവും പേരും വെളിപ്പെടുത്തി പുറത്തു വന്ന സിസ്റ്റർ ഉണ്ടല്ലോ, സിസ്റ്റർ റാണിറ്റ് എന്നാണ് അവരുടെ പേര്. അവർ പേര് പറഞ്ഞു, മുഖം വെളിപ്പെടുത്തി, ഇനി ഞാൻ അതിജീവിതയല്ല, ഞാൻ പോരാളിയാണ് എന്ന് രംഗത്ത് വന്നു. അവരവരുടെ ജീവിതത്തിന്റെ ദയനീയമായ കഥകൾ പറഞ്ഞു. അതറിയുമ്പോഴാണ് നമ്മളിതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുക. പുറത്തൊരു പെൺകുട്ടി, സിനിമാ നടി ആവട്ടെ ആരാവട്ടെ, ബലാത്കാരം ചെയ്യപ്പെട്ടു, കോടതിയിൽ പോയി, കോടതിയിൽ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് ഭരണകൂടത്തെയും പോലീസിനെയും പിന്നെ നീതിന്യായ പീഠത്തെയൊക്കെ സ്വാധീനിച്ചിട്ട് പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നു. അതൊരു സാധാരണ കേസാണ്. ഇതിൽ കേസ് വേറൊന്നുകൂടിയാണ്. അതിൽ പക്ഷെ പരസ്യമായി ഫൈറ്റ് ചെയ്യാൻ സിനിമാ നടിക്ക് യാതൊരു തടസ്സങ്ങളുമില്ല. ഇവിടുത്തെ പ്രശ്നം അതല്ല. അവർ പറഞ്ഞു, എന്തുകൊണ്ടാണ് 13 തവണ ബലാത്കാരം ചെയ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അങ്ങ് ഇത് പുറത്തു പറയാത്തത് എന്ന് വിനു വി ജോൺ ചോദിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിന് കൊടുത്ത ഇന്റർവ്യൂ ആണ്. അപ്പോൾ അവർ പറയുന്ന ഉത്തരം നമുക്ക് സങ്കടം. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ ആലോചിച്ചാൽ നമ്മളൊരു പൊതു കോമൺ സെൻസ് അങ്ങനെയാണല്ലോ. എന്താണ് ഇപ്പോൾ 13ഉം 14ഉം തവണ വീണ്ടും ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് കരഞ്ഞൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അവർ പറയുന്നത് അവരെ കരച്ചിൽ പോലും വരണ്ടു പോകും, പറ്റിപ്പോകും. എന്താ കാരണം എന്ന് വെച്ചാൽ വല്ലാത്തൊരു സംവിധാനമാണ്. അതിനകത്ത് പെട്ടാലേ അത് മനസ്സിലാവുള്ളൂ. അതെ, ഇതൊരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഫോണിൽ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, മാഷേ, ഒരിക്കലെങ്കിലും ഒരു കന്യാസ്ത്രീയുടെ ജന്മം ജീവിച്ചു നോക്കണം, അപ്പോഴേ മാഷ്ക്ക് അത് മനസ്സിലാവുള്ളൂ അതിന്റെ സങ്കടം. ഇന്നലെ ഈ സിസ്റ്റർ പറയുന്നുണ്ട്, 3000 വട്ടം ബലാത്കാരം ചെയ്താലും എനിക്ക് മിണ്ടാൻ കഴിയില്ല. അതിന്റെ കാരണം, ഞാൻ ആരോടാണ് മിണ്ടേണ്ടത്? എന്റെ സങ്കടം ഞാൻ ആദ്യം പറയേണ്ടത് ആരോടാ? എൻ്റെ വീട്ടുകാരോടാ. ഒരു കന്യാസ്ത്രീക്ക് കുടുംബമില്ലല്ലോ. കുടുംബം എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്ന അച്ഛനും അമ്മയുമാണ്. ഇനി ആങ്ങളമാരുണ്ടെങ്കിൽ അവരാണ്.
അവരായിരിക്കും ഇവരുടെ ആദ്യത്തെ ശത്രു. സഭയ്ക്കെതിരായി, പ്രത്യേകിച്ച് ബിഷപ്പിനെതിരായി വല്ല വർത്തമാനവും പറഞ്ഞാൽ ആദ്യം അവരെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ആദ്യം അവരെ വിളിക്കുന്ന പേര് മഠം ചാടീന. മഠം ചാടി എന്ന് പറഞ്ഞാൽ മഠത്തെ കുറ്റപ്പെടുത്തി പുറത്തു പോകുന്നയാൾ, അല്ലെങ്കിൽ മഠത്തിനെതിരായി പ്രതികരിച്ചയാൾ, മഠത്തിൽ റബലായി നിൽക്കുന്നയാൾ. അവളെ ഭൂമിയിലെ ഏറ്റവും വലിയ പാപിയായിട്ട് കാണുന്ന ആരാണ്? സ്വന്തം വീട്ടുകാരാണ്. ഫ്രസ്റ്റ് പോലാണ്, തെമ്മാടിക്കുഴിയാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറ്റൂല. അവൾ പിന്നെ എങ്ങോട്ട് പോകും? ആരോട് പറയും? തന്റെ നേരെ അതിക്രമം കാണിക്കുന്ന കാട്ടാളൻ, അവന്റെ വേഷം ഒരു പാതിരിയുടെ വേഷമാണ്, ബിഷപ്പിന്റെ വേഷമാണ്. പിതാവ് എന്ന് പറയുന്നതാണ് ബിഷപ്പിന് പറയുന്നത്, മറ്റേതൊക്കെ അച്ഛന്മാരാ. വിശുദ്ധ തിരുമേനി എന്നൊക്കെ പറയുന്ന പേര്, ആ പേര് വിളിക്കുന്ന ഒരാൾ ഈ അതിക്രമം തുടർച്ചയായി നമ്മുടെ തന്ത്രിയെ പോലെ അല്ലെ, തന്ത്രിക്ക് തുല്യമായിട്ട്. എനിക്ക് തോന്നുന്നു തന്ത്രിമാരെക്കാളൊക്കെ എത്രയോ ഭീകരമാണ് ഈ കന്യാസ്ത്രീ മഠത്തിലെ അവസ്ഥ. അപ്പൊ ഞാൻ ആരോട് പറയും? എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അതിനകത്ത് പറഞ്ഞാൽ അവളുടെ ജീവിതം തീർന്നു. അതെ, അവര് പോറ്റുകയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ കർത്താവിന്റെ മണവാട്ടി ആണല്ലോ കന്യാസ്ത്രീ. കർത്താവിന്റെ മണവാട്ടി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അവതാരമായി മുന്നിൽ നിൽക്കുന്ന ബിഷപ്പ് അല്ലെങ്കിൽ അച്ഛൻ, കർത്താവ് തന്നെയായിട്ട് ഇവരെ ആക്രമിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? കർത്താവിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ദയനീയമാണ്. എനിക്ക് തോന്നുന്നു ഇത്ര ഭീകരമായ ഒരു സഭാ സംവിധാനം, ആ സഭാ സംവിധാനത്തിലാണ് അയവ് വരുത്തേണ്ടത്. വാസ്തവത്തിൽ ഒരു നാസി തടങ്കൽ പാളയത്തിലാകുന്നത് പോലെയാണ്. അത് ഭീകരമാണ്. ഇവരൊക്കെ പറയുമ്പോ ഇതിനു മുമ്പ് ഞാൻ 1-2 പേര് പറഞ്ഞത്, സിസ്റ്റർ ജസ്മി ആമേൻ എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ എഴുതിയ, ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ അങ്ങനെ 1-2 സിസ്റ്റർമാരുടെ പുസ്തകമൊക്കെ വന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല, വേറൊരു കാരണം കൂടെ പറയുന്നുണ്ട് ഇതിനോട് ചേർത്ത്. അതായത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിർധന കുടുംബമാണ്. ആ കുടുംബത്തിലേക്ക് വന്ന് അവരുടെ സഹോദരി ഭർത്താവ് മരിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പൊ വീട്ടുകാർക്ക് ഞാനും കൂടെ ഒരു ഭാരമായി തീരുമ്പോൾ എത്ര കാലം പോയി? വലിയ പ്രശ്നമാണ്. ഭാരം മാത്രമല്ല സാറേ, ഒന്നാമത്തെ കാര്യം, ഒരാൾ കന്യാസ്ത്രീ ആകുമ്പോൾ അവൾക്ക് കുടുംബത്തിന്റെ യാതൊരു സ്വത്തിനും അവകാശമില്ല. അത് മുഴുവനും ബാക്കിയുള്ളവർക്ക് ആണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നത് പല കന്യാസ്ത്രീകളെയും കന്യാസ്ത്രീകളാക്കി അയക്കുന്നതിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് അവകാശപ്പെട്ട ഭൂമിയിലുള്ളത് മുഴുവൻ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നു എന്ന് കൂടിയാണ് അർത്ഥം. അതെ അതെ, അതിന്റെ പിന്നിലൊക്കെ അത്തരം താല്പര്യങ്ങൾ ഉണ്ടാവാം. 2, അവൾ തിരിച്ചു വന്നാൽ, അവൾ കന്യാസ്ത്രീ അല്ലാതായാൽ അവൾക്ക് കൂടി അവകാശം കൊടുക്കേണ്ടി വരും എന്നതാണ് രണ്ടാമത്തെ അർത്ഥം. അതുകൊണ്ട് ഇവളുടെ ഒരു ഭാരം എന്നേക്കുമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. തന്നെയല്ല മാഷേ, നമ്മളൊന്നും ആലോചിച്ചാൽ ഇവര് കല്യാണം കഴിച്ചിട്ടില്ല, ഒരു ഭർത്താവില്ല സംരക്ഷിക്കാൻ. ഇല്ല, വേണമല്ലോ നമ്മുടെ സമൂഹത്തില്. അവരുടെ വരുമ സാമ്പത്തിക സുരക്ഷയ്ക്കും ശാരീരിക സുരക്ഷയ്ക്കും അതില്ല. അപ്പൊ അവർ വരുന്ന ഒരു എന്താ പറയുന്ന ഒരു അനാഥത്വത്തിന്റെ ഈ കത്തോലിക്ക സഭയൊക്കെ പലരും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരാണ് ചിന്തിക്കേണ്ടത്. ഇത്തരം വാർത്തകൾ നിരന്തരമായി പുറത്തു വിടുമ്പോൾ, ഇത് പുറത്തറിയുന്ന ഓരോ മനുഷ്യനും ഞെട്ടിത്തെറിക്കുമ്പോൾ, ഇത്ര ഭീകരമാണ് ഈ ഒരു സഭയുടെ സംവിധാനമെങ്കിൽ അത് പുനഃപരിശോധിക്കാൻ തയ്യാറാവണ്ടേ അവർ? തീർച്ചയായിട്ടും. ഒന്ന് എനിക്ക് തോന്നുന്നു ചില സഭകളൊക്കെ കുടുംബജീവിതം അനുവദിക്കുന്നുണ്ട്. ഒന്നുകിൽ ഇവർക്കൊരു കുടുംബജീവിതം അനുവദിച്ചാലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, ഏറ്റവും ചുരുങ്ങിയത് ഈ പൊട്ടിത്തെറി, മനസ്സിന്റെ ഉള്ളിലെ ഈ വിങ്ങൽ, ഇങ്ങനെ അനുഭവം ഉണ്ടായാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുടുംബത്തോട് ഷെയർ ചെയ്യാൻ പറ്റും. അകത്തെങ്കിലും അത് ചോദ്യം ചെയ്യാൻ ഒരു ഭർത്താവ് ഉണ്ടാവും. ഒരിക്കൽ ചോദ്യം ചെയ്താൽ പിന്നെ ഈ അച്ഛൻ ഈ പണിക്ക് നിൽക്കൂല. അപ്പോ ഇത്തരത്തിലൊരു സംവിധാനം മാത്രമല്ല, ഇതൊക്കെ പരാതിപ്പെടാൻ ഇപ്പൊ ഏതൊരു സ്ഥാപനത്തിൽ ഇപ്പൊ ഒരു നിയമമുണ്ട്, ഒരു ഗ്രീവൻസസ് സെല്ലുണ്ട്, പരാതി പറയാൻ. ഏത് തൊഴിലിടത്തിലും അത് വേണമെന്ന് നിയമമുണ്ട്. നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന, അതും കന്യാസ്ത്രീകളെ പോലെ സ്ത്രീകൾ താമസിക്കുന്ന, ആരോരുമില്ലാത്ത കന്യാസ്ത്രീകൾ താമസിക്കുന്ന ഇടത്ത് ഒരു പരാതി പറയാൻ ഒരു ബുക്കുണ്ടോ? കംപ്ലൈന്റ് ബുക്കുണ്ടോ? ഇല്ല. പരിശോധിക്കേണ്ടതല്ലേ? ഇത് പരിശോധിക്കാൻ പോപ്പ് വരെയുള്ള സംവിധാനങ്ങൾക്ക് ബാധ്യതയില്ലേ? ഒരു വിമൻസ് സെല്ല് വേണമെന്ന്, അതിൽ നിന്ന് ഇവരെ മഠങ്ങളെ മുക്തമാക്കിയിട്ടുണ്ട് നിയമപരമായിട്ട്. അപ്പൊ അവർക്ക് അതും പാലിക്കേണ്ട കാര്യം. ഇവർക്കിപ്പോ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? കേരള ഗവൺമെന്റ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന വലിയ ഔദാര്യം, കന്യാസ്ത്രീകൾക്ക് റേഷൻ കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്നം മാത്രം പോരല്ല, മാനം കൂടി വേണ്ടേ, സുരക്ഷ വേണ്ടേ? ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇവർക്ക് വേണ്ടത് നേരിട്ട് മുഖ്യമന്ത്രിക്കോ ബന്ധപ്പെട്ടവർക്കോ പരാതി കൊടുക്കാൻ ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ സ്വകാര്യമായിട്ടെങ്കിലും പരാതി അറിയിക്കാനുള്ള ഒരു സെല്ലും ട്രാക്കും ഒരു ചാനലുമാണ് അവർക്ക് ആദ്യം വേണ്ടത്. ഇവര് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു മാഷേ. മുഖ്യമന്ത്രി ഒരു പ്രോസിക്യൂട്ടറെ വേണമെന്ന് പറഞ്ഞിട്ട് തമാശ ആലോചിച്ചു. 4 കൊല്ലമായി അവര് പ്രോസിക്യൂട്ട്. ഇത് ആരുമില്ലാന്നേ. ഇരക്കൊപ്പം എന്നൊക്കെ പറയും. എന്താ വെച്ചാൽ എവിടെ ഇപ്പൊ ദിലീപിന്റെ കേസ് വന്നപ്പോ ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ്, ഇരയുടെ കൂടെയാണ്. ആരാ ഇര?
വിഖ്യാതയായ സിനിമാ നടിയാണ്. അവരുടെ കൂടെ നിന്നാൽ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇരയുടെ കൂടെ നിൽക്കും. ഏതുവരെ? ദിലീപ് ജയിച്ചു കഴിഞ്ഞല്ലോ, ദിലീപ് രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇരയുടെ കൂടെ നിന്നാൽ യാതൊരു ഇതുവരെ ദിലീപിന്റെ കൂടെ നിന്നോ? ഈ കേസുകളിലൊക്കെ 3 തവണ ആ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാര് സ്വയം ഒഴിഞ്ഞുപോയി പോയല്ലോ. ഈ ജഡ്ജി നീതി പാലിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണം വന്നപ്പോഴും കൃത്യമായിട്ട് ഭരണകൂടം ആരുടെ കൂടെ വന്നു? ദിലീപ് രക്ഷപ്പെടുന്ന വരെ ദിലീപിന്റെ കൂടെ വന്നു. ദിലീപ് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇരയുടെ കൂടെയാണ്. ഇരയുടെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് CPM നാട് മുഴുവൻ നടക്കുന്നുണ്ട്. ഇന്നലത്തെ ഈ കന്യാസ്ത്രീയുടെ സ്റ്റേറ്റ്മെന്റും കണ്ണീരും ഈ CPMന്റെ മഹിളാ സഖാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ വീരകേസരികളൊന്നും കാണേണ്ടതാണ്. അവരെന്താ പറഞ്ഞത്? എനിക്കൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ വേണം അപ്പീല് പോകാൻ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് കോട്ടയം SP-യുടെ അടുത്ത് 2 കൊല്ലം നടന്നു. അത് കഴിഞ്ഞിട്ട് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ടു. കാണേണ്ടി വന്നു. അല്ല, കണ്ടിട്ടും നടന്നില്ല. 4 കൊല്ലമായി. ഇന്നലെ വിനു വിജോണിനോട് അവർ പറയുന്നുണ്ട് 4 കൊല്ലമായി. എന്നിട്ട് അവര് തന്നെ പറയുന്നുണ്ട് എനിക്ക് വലിയ ആവേശം തോന്നിയിരുന്നു. ഇപ്പൊ ഈ സിനിമാ നടിയുടെ കേസിൽ ഇര തന്നെ രംഗത്ത് വന്നിട്ട് പോരാടുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയ ആവേശം തോന്നി. അതാണ് എനിക്ക് 2. അത് കഴിഞ്ഞപ്പോൾ കേട്ടു ഇരയുടെ ഒപ്പം. എന്നാ പിന്നെ ഞാനും ഇതിനേക്കാൾ വലിയ ഇരയാണല്ലോ, എന്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി. അപ്പൊ അവരുടെ കൂടെ ഇല്ല എന്ന് മാത്രമല്ല, എന്റെ കൂടെ ആരുമില്ല. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും എനിക്ക് വെച്ച് തന്നു. ഈ ഇരയ്ക്ക് ഭാഗ്യവും ഇല്ല, ഭാഗ്യലക്ഷ്മിയും ഇല്ല കൂടെ എന്നുള്ളത്. ഇവരെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ നവംബർ 12 കണ്ടപ്പോൾ BG ഹരീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരാളിനെ പ്രോസിക്യൂട്ടറായിട്ട് വെച്ചിട്ടുണ്ടോ എന്നൊരു പ്രതീക്ഷ അവസാനം സിസ്റ്റർ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം പോകും നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാർ ഇവരെ അപമാനിച്ചു. ഇവരവരുടെ ഒരു കടയും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ഒരു വീടും വെച്ചു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ ഉണ്ടായേക്കാണെന്ന് എനിക്കറിയാം. പറഞ്ഞല്ലോ, അതെ, അവരുടെ കുടുംബസ്വത്ത് വീതം വെച്ചിട്ട് അവരുടെ ഒരു ചേച്ചിക്കോ കൊടുത്തതിനെ വരെ അവര് വെച്ച രാഷ്ട്രീയക്കാരന്റെ നിലപാട് നോക്കണം. അവിടെ ഇതൊക്കെ വൃത്തികേടാണ്. എപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് വോട്ടാണ്. ആ വോട്ടുള്ളത് സഭയുടെ കൂടെയാണ്. സഭയ്ക്കെതിരായി സംസാരിക്കുന്നവൻ എത്ര സത്യമാണ് പറയുന്നതെങ്കിലും അവനല്ല വോട്ടുള്ളത്. കാരണം ഈ സിസ്റ്റർക്ക് അല്ലെങ്കിൽ ആ സിസ്റ്ററുടെ കൂടെ നിന്ന 3 പേർക്ക് 5 പേരാണ് അത്ര ഉണ്ടായിരുന്നത്. 2 പേര് സഭ വിട്ടുപോയി. ആരോരും തിരിഞ്ഞു നോക്കാനില്ല. അവർ കഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇപ്പോ 2 പേരും കൂടെ ഉണ്ട്. അത്രേ 5 പേരാണ് ഉണ്ടായിരുന്നത്. ആദ്യം 12 പേര് 5 ചുരുങ്ങി. ഇപ്പൊ 2 പേര് മാത്രം, 2 പേരാണ് കൂടെ ഉള്ളത്. അവരോട് ഈ സിസ്റ്റർ പറയുന്നത്, ഞാൻ എന്റെ മരണം വരെ പൊരുതും, സുപ്രീം കോടതി വരെ ഞാൻ പോകും, നിങ്ങൾ എന്നെ വിട്ടു പോയിക്കോളൂ, എന്റെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ കാരണം എന്ന് പറയുന്നുണ്ട്. കാരണം അത് പോയാലും കണക്കാണ്. കാരണം അവരുടെ കൂടെ നിന്നതോടുകൂടി തീർന്നു. അല്ല, പോയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവർക്ക് ഉറക്കമില്ലായിരുന്നു വിചാരണ ദിവസങ്ങളിൽ. അത്ര ക്രൂരമായിട്ട് ബിഷപ്പ് ഫ്രാങ്കോ ചെയ്തതിനേക്കാളും ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള ഒരു തരം വെർബൽ റേപ്പാണ് അവർക്ക് കോടതിയിൽ നേരിടേണ്ടത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇതൊക്കെ സഹിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതെ, സാമാന്യം ബോധവും വിവരവും നീതിബോധവും ഒക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഇവർ ബിഷപ്പ് ആലഞ്ചേരിയെ കണ്ടിരുന്നു. ന്യൂവൻസ് വരുന്നുണ്ട്. ആലഞ്ചേരി പിതാവ് പറഞ്ഞു അവിടെ ഇവരുടെ നുൻഷ്യോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, ന്യൂൻഷ്യോ വന്നപ്പോൾ ഇവരെ വിളിച്ചതുമില്ല, കാണാനും അവസരം കൊടുത്തില്ല. അപ്പോൾ സഭാപിതാക്കന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം അഭിഭാഷകന്മാരും എല്ലാം നമ്മൾ നാട്ടുകാരും ഇങ്ങനെയുള്ള ഇരകളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവുന്നില്ല. അനുഭവിച്ചവർ അനുഭവിക്കുന്നു. കുറ്റവാളികൾ ആഡംബരത്തിലും ആർഭാടത്തിലും അങ്ങനെ അഭിരമിക്കുന്നു. ഇതാണ് സ്ഥിതി. തീർച്ചയായിട്ടും വല്ലാത്തൊരു കഷ്ടമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ തന്ത്രിയും ഫ്രാങ്കോയും ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് പണ്ട് വയലാറ് പറഞ്ഞാണ്. ഈ വയലാറിന്റെ വിഖ്യാതമായ ആദ്യത്തെ കവിത വരുന്നത് സാർ ഓർക്കുന്നുണ്ടാവും, കൊന്തയും പൂണൂലും. രണ്ടും ഒരുപോലെ പ്രതികൂട്ടിൽ നിൽക്കുന്ന ഒരു കാലമാണ് നമ്മളുള്ളത്. ഇപ്പൊ ഈ കാലം അതിനെ കൊന്തയും പൂണൂലിനെയാണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. ഭീകരമാണ് കാലം. എന്തായാലും ഈ യഥാർത്ഥ ഇരകളോടൊപ്പം ആരുണ്ട്, നീതിബോധമുള്ള മനുഷ്യരുണ്ടോ എന്ന ചോദ്യമാണ് സിസ്റ്റർ റാണിറ്റി ഇന്നലെ ചോദിക്കുന്നത്. അത് തന്നെയാണ് ശബരിമല അയ്യപ്പൻ മൈനറാണല്ലോ. അതൊരു കൊച്ചു കുഞ്ഞിന്റെ ദീന വിലാപമാണ്. എന്റെ കൂടെ ആരുണ്ട് എന്ന ചോദ്യം. കാവലാൾ കള്ളനായി തീരുന്ന കാഴ്ച. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.